ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ കുറേ നാളായി ദേ ഇതുപോലെ ഒന്ന് ഇരുന്ന് സംസാരിച്ചിട്ട് ഇരിക്കുകയല്ല, ഞാനിപ്പോൾ നിൽക്കുകയാണ്. ഒന്ന് ഓൺ വോയിസിൽ സംസാരിച്ചിട്ട് കുറച്ച് നാളായി എന്നാട്ടോ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ച് അല്പം സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദ ഡാർക്ക് സൈഡ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സ് സ്കിൻ കെയർ പ്രൊമോഷൻ. അപ്പോൾ ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ കുത്തിയിരുന്ന് റിസർച്ച് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു ബലമായിട്ട് കണ്ടോ, ഞാൻ ഈ ഒരു ബുക്കിൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ, അതായത് മറന്നു പോവാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ചധികം കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ പറഞ്ഞ് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്തോട്ട് പോവാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേ നമ്മൾ പൊതുവേ മാർക്കറ്റിൽ വരുന്ന ന്യൂ പ്രൊഡക്ട്സിനെ പറ്റി മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? സോഷ്യൽ മീഡിയ വഴിയാണ് അല്ലേ? പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടി വിയിലൊക്കെ പരസ്യം വരും, ഇന്നൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പിയേഴ്സിൻ്റെ സോപ്പ് ആണെങ്കിൽ അതിപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടേഴ്സോ ആരെങ്കിലും ആയിരിക്കും വന്നിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുക. ഈ ഒരു സാധനം ഇങ്ങനെയാണ്, ക്ലിയർ സ്കിൻ കിട്ടും, ഗ്ലാസ് സ്കിന്നാണ്, അടിപൊളിയാണ്. ഇത് കണ്ട് നമ്മൾ വിശ്വസിച്ചിട്ട് നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് നമ്മളും പിയേഴ്സ് തന്നെ വർഷങ്ങളായിട്ട് നമ്മൾ നമ്മുടെ പല വീടുകളിൽ നോക്കിക്കഴിഞ്ഞാലും പിയേഴ്സ് മാത്രം യൂസ് ചെയ്യുന്നത് കണ്ടുവരാറുണ്ട്. ഇതേ സ്ട്രാറ്റജി ഇപ്പം നമ്മുടെ യൂട്യൂബ് വഴിയാണെങ്കിലും ഇൻസ്റ്റഗ്രാം വഴിയാണെങ്കിലും നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നത് ഇതേ കാര്യം തന്നെയാണ്. ബ്രാൻഡ് ഇവരെ കോൺടാക്റ്റ് ആക്കുന്നു, ഇവർക്ക് പ്രൊഡക്റ്റ് കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു, അതിനനുസരിച്ചിട്ട് അവർ റിവ്യൂ പറയുന്നു. നെക്സ്റ്റ് ഡേ വേറെ ബ്രാൻഡ് കോൺടാക്റ്റ് ആക്കും, ഇതേ പ്രോസസ്സ് തന്നെയായിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഒരാഴ്ചയിൽ 2, 3, 4 പ്രൊഡക്റ്റ് ഒക്കെ റെക്കമെൻഡ് ചെയ്യും. ഈ പറയുന്ന പ്രൊഡക്ട്സ് എല്ലാം നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഫ്ലുവൻസറിൻ്റെ സെയിം സ്കിന്നാണോ അല്ലെങ്കിൽ സ്കിൻ ടൈപ്പ് ആണോ നമുക്കുള്ളത്. ചിലപ്പോൾ അവരുടെ ഡ്രൈ സ്കിൻ ആയിരിക്കും, നമ്മുടെ ഓയിലി സ്കിൻ ആയിരിക്കും. മോസ്റ്റ്ലി നമ്മളത് യൂസ് ആക്കുമ്പോൾ പണി കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ചിന്തിച്ചിട്ട് വേണം ഇങ്ങനെ എന്താ പറയുക ഓരോ പ്രോഡക്ട്സ് വാങ്ങിക്കാനായിട്ട്. എൻ്റെ ഇതിൽ വേറൊരു കാര്യം പറയട്ടെ. ചില ഇൻഫ്ലുവൻസേഴ്സ് പറയും, ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് 3 ദിവസം യൂസ് ആക്കിയതേ ഉള്ളൂ, എന്നിട്ട് കണ്ടോ എൻ്റെ ഫേസിലുണ്ടായ ചേഞ്ച്, ഇങ്ങനെ ഇരുന്ന ഫേസ് ഇത് ഇങ്ങനെ ആയിരുന്നു. ഇങ്ങനെ ഇരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ആദ്യം ഒരു ഡൾ ആയിട്ടുള്ളൊരിടത്ത് പോയിട്ട് നമ്മളൊരു വീഡിയോയോ ഫോട്ടോയോ ഒക്കെ എടുത്തിട്ട് കണ്ടോ, അപ്പോൾ നമ്മളെ ഫേസ് ഭയങ്കര ഒരു ഇരുണ്ടിട്ടായിരിക്കും ഉണ്ടാവുക. ഇതേ സംഭവം ഇവർ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ റിംഗ് ലൈറ്റൊക്കെ യൂസ് ആക്കി അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ലൈറ്റിൻ്റെ മുന്നിലൊക്കെ പോയി നിൽക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടെ ഗ്ലോ ആവും. കണ്ടോ, ഇപ്പം ഞാൻ കുറച്ച് നാച്ചുറൽ ലൈറ്റിൻ്റെ മുന്നിലോട്ട് വന്ന് നിന്നു. ഇങ്ങനെയൊക്കെയാണ് വ്യത്യാസങ്ങൾ വരുന്നത്. പിന്നെ അത് കൂടാഞ്ഞിട്ട് നമുക്കിപ്പം ഡാർക്ക് സ്പോട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യൂഷ്വലി നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യണ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം അത് യൂസ് ചെയ്താലും ഹൈഡ് ആക്കാൻ പറ്റും. പൊതുവേ നമ്മളിപ്പോഴേ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് യൂസ് ആക്കാമെന്ന് വെച്ചോ, ഫേസ് വാഷോ മോയ്സ്ചറൈസറോ സിറമോ എന്തോ യൂസ് ആക്കിക്കോട്ടെ, ഇതിന് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടിട്ടോ ഒന്നും റിസൾട്ട് കിട്ടത്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു അറ്റ്ലീസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസമെങ്കിലും പിടിക്കണം, എന്നാലും ചെറിയൊരു ചേഞ്ച് മാത്രമേ കണ്ടുവരുള്ളൂ. അല്ലാതെ ഈ പറയും പോലെ നമ്മുടെ പോഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ക്ലോസ് ആയിട്ട് നമുക്ക് മറ്റേ ഗ്ലാസ് സ്കിൻ, മറ്റേ കൊറിയക്കാരുടെ ഒരു ഇതാണല്ലോ നമ്മുടെ മൈൻഡിലുള്ളത്. അപ്പോൾ അതേ ടൈപ്പ് സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ കിട്ടും, അല്ലെങ്കിൽ അതുപോലെ സ്കിൻ അങ്ങ് വെട്ടിത്തിളങ്ങും എന്നൊക്കെ വിശ്വസിക്കുന്നത് വലിയ മണ്ടത്തരമായിട്ടാണ് ഞാൻ പറയത്തുള്ളൂ. നമുക്ക് നമ്മുടെ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അതിൽ നിന്ന് നമുക്ക് വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെയൊക്കെ കൺസൾട്ട് ചെയ്ത് അതിനനുസരിച്ച് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്താൽ സെറ്റാവും. അപ്പോൾ നമ്മൾ സ്കിൻ കെയർ പ്രോഡക്ട്സ് വാങ്ങിക്കുമ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ്. സോ ഞാൻ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇതാ ഒരു പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തുവാ ഏതാണെന്നൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് വശം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് ഈസ് ജസ്റ്റ് ഫോർ മാർക്കറ്റിംഗ്. ഈ ഒരു ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നതൊക്കെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂത്ത് ഒക്കെ എപ്പോഴും കിടക്കുന്നത് ഇതിൻ്റെ ബാക്ക് വശത്താണ്. അപ്പം അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഹയസ്റ്റ് ലോവസ്റ്റ് ആയിട്ടാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ 5 ഇൻഗ്രീഡിയൻസ് ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനകത്ത് മെയിനായിട്ട് നമ്മുടെ നയാസിൻമേഡാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ആ നയാസിൻമേഡ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻറ്റ് ഇതിൻ്റെ ഈ ഒരു ലിസ്റ്റിലുണ്ടോ, ടോപ്പ് 5 ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് നോക്കുക. ആൻഡ് അതുപോലെ തന്നെ എത്ര പെർസെൻറ്റേജ് ആണ് ഇത് മെൻഷൻ ചെയ്തിട്ടുള്ളത്, കറക്റ്റായിട്ട് പെർസെൻറ്റേജ് 5 to 10 അങ്ങനെയൊക്കെ ഓരോ ഇൻഗ്രീഡിയൻസിനനുസരിച്ച് ഈ പെർസെൻറ്റേജ് ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അഥവാ അങ്ങനെയൊന്നും മെൻഷൻ ചെയ്തിട്ടുള്ള ഇല്ലെങ്കിൽ ഇത് ഭയങ്കര ലോ എമൗണ്ട് ആയിട്ടായിരിക്കാം
നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ ഉണ്ടാവുക. പിന്നെ ഇതുപോലെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൊതുവേ ഏതെങ്കിലും ഒരു പ്രൊഡക്ട്സിൻ്റെ ആഡൊക്കെ കാണുമ്പോഴത്തേക്കും അതിൽ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവുക, ദിസ് ഈസ് എ നാച്ചുറൽ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ കെമിക്കൽ ഫ്രീ, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ്, ഹെർബൽ പ്രോഡക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. ഇതൊക്കെ ജസ്റ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാത്രമാണെന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ. ആൻഡ് അതുപോലെ തന്നെ പൊതുവേ നമ്മുടെ മലയാളികൾക്ക്, എനിക്കറിയില്ല ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, മോസ്റ്റ്ലി ഞാൻ മലയാളികളിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, മണമുണ്ടെങ്കിൽ നല്ല ഗുണമുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. മണത്തിനാണ് നമ്മൾ പൊതുവേ ഒരു മുൻഗണന എപ്പോഴും കൊടുക്കാറുള്ളത്. നമ്മൾ പൊതുവേ നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്ട്സ് എടുക്കുമ്പോൾ മണമുള്ളതിനാണ് ഗുണമുള്ളത് എന്നുള്ള കാറ്റഗറി പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ സ്കിന്നിന് നല്ല പണി കിട്ടും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആക്നി പ്രോൺ സ്കിന്നോ അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിൻ അങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങളുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും പ്രോഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ളത് തന്നെ ചൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പ്രിസർവേറ്റീവ്സ് ആഡഡ് ആണോ എന്നൊക്കെ ഉള്ളത് നോക്കുക. ബിക്കോസ് പ്രിസർവേറ്റീവ്സ് എന്തിനാ ആഡ് ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയൽ ഗ്രോത്തിനെയൊക്കെ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം നോ പ്രിസർവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ആ ഒരു പ്രൊഡക്റ്റ് കുറച്ച് കഴിയുമ്പോൾ നശിച്ചു പോകും. പ്രിസർവേറ്റീവ്സ് ആഡഡ് അല്ലല്ലോ, അപ്പോൾ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവില്ലേ. അപ്പോൾ ഒരു സൺസ്ക്രീനാണ് നമ്മൾ വാങ്ങിക്കുന്നതെന്ന് വെച്ചു. അപ്പോൾ ഒരു സൺസ്ക്രീൻ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും SPF 30 അല്ലെങ്കിൽ 50, 70 ഇത് മാത്രമല്ല നോക്കാനുള്ളത്. ഇതിൽ PA+++, അതുപോലെ തന്നെ PA++++ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫോക്കസ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുപോലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫേസ് വാഷ്. ഫേസ് വാഷിൽ വന്നിട്ട് നമ്മുടെ SLS, SLES ഇതുപോലത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ വരുന്നതെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് അത്യാവശ്യം ഹാർഷ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. അതുപോലെ നമ്മുടെ സ്കിന്നിന് കുറച്ച് ഡാമേജസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ പറയുന്നത്. ഓക്കെ. സോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. പിന്നെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വേറൊരു കാര്യമാണ്, പൊതുവേ ഈ ഒരു കാര്യം ആരും ശ്രദ്ധിക്കാറില്ല. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ എക്സ്പയറി ഡേറ്റ്, മാനുഫാക്ചറിങ് ഡേറ്റ്, അത് കണക്ക് തന്നെ PAO ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ആരും വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. അപ്പം ഇതും നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ടല്ല യൂസ് ആക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പണി നമ്മുടെ സ്കിന്നിന് കിട്ടും. അപ്പോൾ മാനുഫാക്ചറിങ് ഡേറ്റ് എന്താണെന്നറിയാലോ, എന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയതെന്നുള്ളത് മാനുഫാക്ചറിങ് ഡേറ്റ്. അതുപോലെ തന്നെ അടുത്തത് വരുന്നതാണ് എക്സ്പയറി ഡേറ്റ്. അതായത് ഈ മാനുഫാക്ചറിങ് ഡേറ്റ് എന്ന് തൊട്ട് ഇതുണ്ടാക്കിയോ അത് തൊട്ട് എത്ര നാൾ വരെ ഇത് ഓപ്പൺ ആക്കിയിട്ടില്ലെങ്കിൽ നമുക്കത് യൂസ് ആക്കാം എന്നുള്ളതാണ് എക്സ്പയറി ഡേറ്റിൽ വരുന്നത്. ഇനി അതുപോലെ തന്നെ വരുന്ന വേറൊരു സാധനമുണ്ട്, അതാണ് PAO, പ്രോഡക്റ്റ് ആഫ്റ്റർ ഓപ്പണിംഗ്. അതായത് നമ്മുടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇത്ര നാൾ യൂസ് ചെയ്യാം. അതിനകത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും 6M, 12M, 24M. അപ്പം നിങ്ങൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിൽ ഇത് എന്താണ് മെൻഷൻ ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ഈവൻ ഇതിന് എക്സ്പയറി ഡേറ്റ് ഇത്ര നാൾ വരെ ഉണ്ടെങ്കിലും നമ്മൾ ഈ ഒരു പാക്കറ്റ് പൊട്ടിച്ച് 6 മാസമേ യൂസ് ചെയ്യാവൂ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ, അതായത് 6M എന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ നമ്മൾ അത്രയും വരെ യൂസ് ആക്കാവുള്ളൂ. ഇതിൽ കൂടുതൽ യൂസ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് അതിനനുസരിച്ചിട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിൽ തന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ റെറ്റിനോള്, സാലസിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് ഇങ്ങനത്തെയൊക്കെയുള്ള സംഭവങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര നാൾ വരെ യൂസ് ആക്കാവുള്ളൂ എന്നൊരു ഇതുണ്ട്. അതിനനുസരിച്ചിട്ടല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ സ്കിന്നിനത് വളരെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യും. സോ എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും സൺസ്ക്രീനോ അല്ലെങ്കിൽ സിറംസോ മോയ്സ്ചറൈസറോ എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എത്രയോ വരെ ആയിക്കോട്ടെ, പക്ഷേ ഈ PAO എന്ന് പറയുന്ന സാധനം നമ്മൾ വളരെ അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ തീർച്ചയായിട്ടും ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് യൂസ് ആക്കുന്നതിന് മുന്നേ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് ഓഫ് കോഴ്സ് മാർക്കറ്റിംഗ് വളരെ നല്ലൊരു കാര്യമാണ്. എന്നാൽ മാത്രമേ നമ്മളെ പുതിയതായിട്ട് എന്തൊക്കെ പ്രോഡക്ട്സ് നമ്മുടെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് എന്നുള്ളൊരു അവയർനെസ് നമുക്ക് കിട്ടുകയുള്ളൂ. പക്ഷേ അതിൽ ടോട്ടലി ബ്ലൈൻഡായിട്ട് അതിനെ വിശ്വസിച്ചിട്ട് നെക്സ്റ്റ് ഡേ തന്നെ അതിന് വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് സ്റ്റഡി ചെയ്യുക. അതിനുശേഷം ഇത് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാണോ എന്നുള്ളത് നോക്കുക. സപ്പോസ് ഞാൻ പറഞ്ഞ കണക്ക് ഇൻഫ്ലുവൻസറിൻ്റെ സ്കിൻ വന്നിട്ട് ഓയിലി ആയിരിക്കും, നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആയിരിക്കും. അപ്പം നിങ്ങൾ ഈ പറയുന്ന പ്രോഡക്റ്റ് എന്ത് ബേസിലായി യൂസ് ആക്കുക? സോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അതായത് ഇപ്പം എക്സസീവായിട്ട് ആക്നി ഉണ്ട്, നിങ്ങൾ എത്ര സ്കിൻ കെയർ ചെയ്തിട്ടും അത് കൺട്രോൾ ആക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സിന് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ ട്രസ്റ്റ് ചെയ്ത് നിൽക്കാണ്ട്, അതിൽ വരുന്ന ആഡ്സിനെ ട്രസ്റ്റ് ചെയ്ത് നിൽക്കാതെ ദയവ് ചെയ്ത് പോയിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക. ഈ ഒരു ആക്നീൻ്റെ പ്രശ്നം അല്ലാതെ നിങ്ങൾക്ക് സ്കിന്നിലുണ്ടാകുന്ന പല പല കാരണങ്ങൾ എന്ന് പറയുന്നത് ഇൻറ്റേർണലി എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടിട്ടാവാം.
ഫസ്റ്റ് നമ്മൾ ആ ഒരു ഇഷ്യൂവിനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. സോ ഈ ഒരു നോളേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. ഓൾവേസ് കീപ്പ് യുവർ സ്കിൻ കെയർ വെരി സിമ്പിൾ. ചുമ്മാ അതിനെ എക്സാജറേറ്റ് ചെയ്ത് കുളമാക്കണ്ട. നമ്മുടെ സ്കിന്നിന് പറ്റുന്ന സാധനങ്ങൾ മാത്രം നമ്മൾ യൂസ് ചെയ്യുക. ആൻഡ് എന്തെങ്കിലും സംശയവും കാര്യങ്ങളും സ്കിന്നിൻ്റെ റിലേറ്റഡ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്തൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.